വൈക്കത്ത് അഷ്ടമി നടക്കുകയാണ്. അഷ്ടമിയുടെ വിശേഷങ്ങളൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ വൈക്കം ടൗൺ എത്തുന്ന ഒരു എൻട്രൻസ് എത്തിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അഷ്ടമിയോടനുബന്ധിച്ച് ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ വന്നിരിക്കുന്ന വൈകുന്നേരം ടൈം ആയതുകൊണ്ട് നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് കേട്ടോ. 12 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ വൈക്കം അഷ്ടമി എന്ന് പറഞ്ഞാൽ. വൈക്കം ക്ഷേത്രം വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത് വൈക്കത്തപ്പൻ എന്ന് പറഞ്ഞാൽ തന്നെ അന്നദാതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 365 ദിവസവും അന്നദാനം കൊടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു അമ്പലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. വൈക്കത്ത് അഷ്ടമി പ്രമാണിച്ച് വൈക്കം ബീച്ചിൽ പോകുന്നുണ്ട്. ബീച്ചിലെ കാഴ്ചകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. കുറേ ആനകളെ എഴുന്നള്ളിച്ച് നിർത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓരോ ആൾക്കാരും ഇവിടെ വന്ന് ദീപം തെളിക്കുന്ന കാഴ്ചയാണ്. അമ്പലത്തിൻ്റെ ചുറ്റുവട്ടം ഫുള്ളും ദീപം തെളിയിച്ച് വെച്ചിരിക്കുകയാണ്. ആനയ്ക്ക് കൊടുക്കാനുള്ള പട്ടയും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇടയിൽ എഴുന്നള്ളിപ്പിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. നടയുടെ ഇവിടെയാണ് അത്യാവശ്യം പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നല്ല ജനത്തിരക്കാണ്. ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുവട്ടവും മുഴുവനും വിളക്കുകൾ തെളിയിച്ച് നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. 4 ചുറ്റും വിളക്കുകൾ തെളിയിച്ച് ഭംഗിയായിട്ടുണ്ട്. പടിഞ്ഞാറേ നടയുടെ സൈഡിലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൗജന്യ വൈദ്യസഹായ കേന്ദ്രമുണ്ട്. അത് VSM ഹോസ്പിറ്റൽ വൈക്കം സേവാഭാരതിയുടെയും കൂടെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് കുടിവെള്ളവും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 7 മണി കഴിഞ്ഞതോടുകൂടി നല്ല ജനത്തിരക്കുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ പോകുന്നത് വൈക്കം ബീച്ചിലേക്കാണ്. വൈക്കം ബീച്ചിലെ കാഴ്ചകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് വൈക്കം ബീച്ചിലേക്ക് പോകാം. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരമാണ് വൈക്കം ബീച്ചിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒരു പൊതുവഴിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റോഡാണ്. ആ റോഡിൽ തിങ്ങി നിറഞ്ഞ ആൾക്കാരാണ്. നമ്മൾ വന്നപ്പോഴത്തേക്കും ഇത്ര ആൾക്കാരെ ഒന്നും ഇവിടെ കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പം വൈകുന്നേരം ടൈം ആയപ്പോഴത്തേക്കും ഒരുപാട് ജനക്കൂട്ടം അഷ്ടമിക്ക് വേണ്ടിയിട്ട് വൈക്കത്ത് എത്തിച്ചേർന്നുണ്ട് കേട്ടോ. അപ്പോൾ കാല് കുത്താൻ പോലും ഇടയില്ലാത്ത രീതിയിൽ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ആ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് നമുക്ക് ബീച്ചിലേക്ക് പോകാം. കാരണം ഇപ്പോൾ ഈ അഷ്ടമിക്ക് വേണ്ടി മാത്രം ഓപ്പൺ ചെയ്തിരിക്കുന്ന കുറച്ച് കടകളും കാര്യങ്ങളുമാണ് നമ്മളിപ്പം ഉള്ളിൽ കയറിയൊന്ന് കാണാൻ വേണ്ടി പോകുന്നത്. മാല, കമ്മലാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ. കമ്മല്, മാല ഐറ്റംസാണ്.
അതേപോലെ കുറേ ഷോപ്പിംഗ് സെന്ററുകൾ ഇവിടെ ഉണ്ട്. പണ്ടത്തെ നമ്മൾ കഴിക്കുന്ന മിഠായിയാണ് കേട്ടോ ഇത്. ശർക്കര മിഠായി നമ്മൾ പണ്ട് മേടിക്കുന്നതായിരുന്നു. ഇതിപ്പോ പാക്കറ്റിൽ വരുന്നുണ്ട്. ഇതൊക്കെ പണ്ട് കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇഞ്ചി മിഠായി, ചെറിയ ചെറിയ പാക്കറ്റുകൾ, സ്പൈസസിന്റെ ഒക്കെ സ്പൈസസ്, കാഷ്യൂ നട്ട്, അങ്ങനെയുള്ള കുറെ ചെറിയ പാക്കറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കാണാത്ത കുറെ ഐറ്റംസ് സ്വീറ്റ്സുകൾ കാണാൻ പറ്റി. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ആ, കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാനായിട്ടുള്ളതാണ് കേട്ടോ. ഇത് സ്പ്രേ ചെയ്യുവാണ്. അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കാനായിട്ടുള്ള ബ്ലോപ്പൻ. ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. നല്ല അടിപൊളിയായിട്ട് ചിത്രങ്ങളൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പല കളറിൽ ഏത് കളർ വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും. നാടൻ വെണ്ടയ്ക്ക, പാവയ്ക്ക, അങ്ങനെയുള്ള ചീര, പച്ച ചീര, അതിൻ്റെ ഒക്കെ അരിയുണ്ട് കേട്ടോ. ഇത് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. കുന്തിരിക്കം അങ്ങനെയുള്ള സുഗന്ധ വസ്തുക്കൾ പുകയ്ക്കുന്ന ഒരു ഐറ്റമാണ്. കനലില്ലാതെ പുകയ്ക്കാം. എന്താ, കൊതുക്, പാറ്റ, പല്ലി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പറപ്പിക്കാൻ മാറ്റ ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല കളർഫുൾ മാറ്റുകളാണ് കേട്ടോ. പല ടൈപ്പ് മാറ്റുകളുണ്ട്. സോഫ സെറ്റ് ഉണ്ട്, കർട്ടനുകളുണ്ട്. ഇതൊക്കെ കൊള്ളാം, അടിപൊളി സാധനം. സൂപ്പർ ചിപ്സ്, വെളിച്ചെണ്ണയിൽ വറുത്ത പഴം ചിപ്സും ഉണ്ട്, അതേപോലെ തന്നെ കാവറുത്തതും ഉണ്ട്. ഈ കാണുന്നത് പഴം ചിപ്സാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ലേഡീസിന് പറ്റിയ ഷോളാണ് ഇത് കേട്ടോ. പലാസോ ഒക്കെ ഉണ്ട്. ഇത് ലേഡീസിൻ്റെ ആണ്. വെറും 200 രൂപ, 250 രൂപ ആ റേഞ്ചിലൊക്കെ ഉള്ളു. ഇത് 100 രൂപയുടെയൊക്കെ ഉണ്ട് കേട്ടോ പലാസോ. കോഴിക്കോടൻ ഹൽവയാണ് കേട്ടോ. പല ടൈപ്പ്, പല ഫ്ലേവർ ആയിട്ടുള്ള ഹൽവകളുണ്ട്. കരിപ്പട്ടി ആയിരിക്കുന്നത്, കരിപ്പട്ടി ഉണ്ട്. ചെറിയ കരിപ്പട്ടി ഉണ്ട്, അതേപോലെ തന്നെ പനങ്കൽക്കണ്ടുണ്ട്. കരിപ്പട്ടി ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് പാലക്കാടൻ പനങ്കരിപ്പട്ടിയാണ്. നല്ല തിരക്കാണ് കേട്ടോ. നമ്മുടെ പുറകിൽ ഫുള്ളും നമുക്ക് നല്ല തിരക്കാണ്. നടന്ന് ഞാനൊരു വശമായി. ഇത് പണ്ട് നമ്മൾ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പം കാണുന്ന ഒരു തരം ബോട്ടാണ്. ഈ ബോട്ടിൽ ഒരു ചെറിയൊരു തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ കൂടെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഓടിക്കളിക്കും. ബീച്ചിലേക്ക് ഇനി ഒരു ഏകദേശം ഒരു 100-300 മീറ്റർ കൂടെ ഉണ്ട്. ബീച്ചിൽ ചെന്നാൽ കുറെ കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം വേറെ എവിടെ ഞാൻ ഹാൾട്ട് ചെയ്യുന്നില്ല, നേരെ ബീച്ചിലേക്ക് പോവാണ്. ഏകദേശം നമ്മൾ ബീച്ചിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇതുവഴി വണ്ടികളും പോകുന്നുണ്ട് കേട്ടോ. വണ്ടികളും കൂടെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല ബ്ലോക്കാണ്. ആൾക്കാർ നടക്കുന്നതിന്റെ ഇടയ്ക്കൂടെ ഈ വണ്ടികളുമായിട്ട് പോക്ക് വലിയ റിസ്ക് ആണ്. ഒരു 2 ദിവസം കൂടെ ഉണ്ട് ഈ തിരക്ക്. ഇപ്പൊ പകലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തിരക്കില്ല. കാരണം പകല് വെയിലും ചൂടും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും വരില്ല. പക്ഷെ വൈകുന്നേരം ടൈമില് ചൂടും വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ വൈക്കം ബീച്ചിലെത്തിയിട്ടുണ്ട്. എല്ലാവരോടും കൂടെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, വൈക്കം ബീച്ച് എന്ന് പറഞ്ഞാൽ കടപ്പുറം ഏരിയ അല്ല, ഇതൊരു കായലിന്റെ സൈഡാണ്, അല്ലാണ്ട് കടപ്പുറം ഏരിയ അല്ല. ബീച്ച് കാണിക്കാൻ എന്നോട് പറയരുത്. ബീച്ച് എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ബീച്ചിലെത്തി കഴിയുമ്പോഴുള്ള കാഴ്ചകളാണ്. അവതാറാണ് കേട്ടോ, അവതാർ. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്കൈ ഡൈനിങ് ഉണ്ട്, ആകാശ ഊഞ്ഞാലുണ്ട്. നമ്മള് ടിക്കറ്റ് കൊടുത്ത് ഉള്ളിലേക്ക് കയറുവാണ്. ആണ് സ്വാഗതം. അങ്ങനെ നമ്മൾ അവതാർ കാഴ്ചകൾ കാണാൻ വേണ്ടി ഉള്ളിൽ കയറി കേട്ടോ. കുറെ നേരം ക്യൂ നിന്നിട്ടായാലും ഭംഗിയായിട്ട് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയാണ്.
ഇതെന്ത് ദിനോസറ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്നാലും കൊള്ളാം, അടിപൊളി. തീ കത്തുന്ന ഒരു കാഴ്ച ഉണ്ടോ? തീ കത്തുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ തന്നെ ആയിട്ട് എന്തോ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ലൊരു, നമുക്ക് തന്നെ ഒരു ഇംപ്രഷൻ തോന്നും. അത്യാവശ്യം ഭംഗിയായ രീതിയിൽ തന്നെ. ഇതാരാണ് ഇവിടെ നിൽക്കുന്നത്? കൊച്ചു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒരു കാഴ്ച ബംഗ്ലാവിൽ പോകുന്ന ആ ഒരു രീതിയിൽ കുറെ ഇതിനെയൊക്കെ കാണാൻ പറ്റും നമുക്ക്. എല്ലാം നല്ല ലൈറ്റിംഗ് ആണ് അതിന്റെ മെയിൻ ആയിട്ടും അട്രാക്ഷൻ. ലൈറ്റിംഗ് കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. സ്നേക്കാണ്, ഒരു മരത്തേൽ ചുറ്റി കിടക്കുന്ന സ്നേക്കിന്റെ പിക്ചറാണ് നമുക്ക് കാണുന്നത്. ഇത്ര ഉള്ള കാഴ്ചകള്. സോറിടാ, ഇതിന്റെ തലയൊക്കെ ഒടിഞ്ഞിരിക്കുക കേട്ടോ. തലയൊക്കെ ഒടിഞ്ഞ്, തല ആട്ടി. അതെ, വവ്വാല്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വവ്വാലാണിത്. ഇതൊരു ഇലക്ട്രിക് റോബോട്ടാണ്. എല്ലാരും വന്ന് ഷെയ്ക്കാൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ. ഇലക്ട്രിക് റോബോട്ട്. വെറൈറ്റി ആയിട്ടുള്ള കുറെ അച്ചാറുകളുണ്ട്. എല്ലാം ബക്കറ്റിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ടേസ്റ്റ് ചെയ്യേണ്ടവർക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് അച്ചാർ വേണേലും ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലായിട്ട് അച്ചാർ വേണ്ടവർക്ക് ചെറിയ ബോട്ടിലും കാര്യങ്ങളിലും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെറിയ ബോട്ടിൽസ് ആണ്. അങ്ങനെ ഫൈനലി നമ്മൾ ആകാശ ഊഞ്ഞാലിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കൂടാരത്തിന്റെ ഉള്ളിലായിരുന്നു ഇത്ര നേരം. ഭയങ്കര ചൂടായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു കാറ്റ്, നല്ല തണുപ്പ്. ആൾക്കാരൊക്കെ ഇവിടെ വീശിക്കൊണ്ട് നിൽക്കുന്നത്. ഭയങ്കര ചൂടാണ് അതിനുള്ളില്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന, എന്തായാലും ഒന്ന് എറിഞ്ഞു നോക്കാം. ഏതിലെങ്കിലും വീഴുമെന്ന് നോക്കാം. നമുക്ക് കുറെ ഐറ്റംസ് ഉണ്ട്. 8 ഷോട്ടാണ്. 8 ഷോട്ട് 50 രൂപയാണ് കേട്ടോ. അപ്പൊ നമ്മള് വന്ന് എറിഞ്ഞു നോക്കുകയാണ്, ഭാഗ്യം പരീക്ഷിച്ച് നോക്കുകയാണ്. നമ്മള് ഭാഗ്യം പരീക്ഷിച്ചിട്ട് ഒരെണ്ണം പോലും വീണിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മള് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമുക്ക് ഭാഗ്യമില്ലാന്ന് മനസ്സിലായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ട്. വേറെ ഒന്നുമല്ല, മരണക്കിണർ. അപ്പൊ ഞാൻ എന്തായാലും മരണക്കിണർ ഒന്ന് കയറി കാണാൻ വേണ്ടി പോകുന്നതാണ്. ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഓരോ ഐറ്റംസ് ആണ് കേട്ടോ. സ്കൈ ഡൈനിങ് ആണ് ഇത്. സ്കൈ ഡൈനിങ്ങിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോ ഫ്രണ്ടിൽ കാണുന്നത്. വലിയൊരു ട്രെയിനാണ്. ആ ട്രെയിനിന്റെ സഹായത്തോടെയാണ് ഇത് മുകളിലേക്ക് ഉയർത്തുന്നത്.
ഓപ്പണിങ് ഇതാണ്. നല്ല ഹൈറ്റിലുണ്ട് കേട്ടോ. ഏകദേശം ഒരു 200 അടി ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു മുകളിലേക്ക്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. ഇത് എങ്ങോട്ടൊക്കെയാണ് കറങ്ങുന്നത് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതിൻ്റെതായ ഓരോ ദിശകളിലേക്കാണ് കറങ്ങുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് വൈക്കത്ത് അഷ്ടമിയുടെ കാഴ്ചകൾ. ഇത്രയും കാഴ്ചകളൊക്കെയാണ് നമുക്ക് വൈക്കത്ത് അഷ്ടമിക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നത്. അപ്പൊ വരാത്തവരുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് ഈ വർഷം വൈക്കത്ത് അഷ്ടമിക്ക് ഇവിടെ വരുന്നത്. അപ്പൊ ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ വന്ന് കാണുക.